ശത്രു ഒരു ഗ്രനേഡ് എറിഞ്ഞു. പക്ഷേ അയാൾ തന്റെ കൈകൊണ്ട് അത് പിടിച്ചു. അയാൾ ഒന്നും ചെയ്തില്ല. അയാൾ കൈകൊണ്ട് ഗ്രനേഡിനെ തകർത്തു കളഞ്ഞു. പൊട്ടിത്തെറിയിൽ അവന് യാതൊന്നും സംഭവിച്ചില്ല. ഇദ്ദേഹത്തിന് ഉറപ്പുള്ള ചർമ്മവും അവിശ്വസനീയമായ ശക്തിയുമുണ്ട്. വെടിയുണ്ടകൾക്ക് അയാളെ വേദനിപ്പിക്കാൻ കഴിയില്ല. അയാൾക്കൊരു പിസ്റ്റൽ എളുപ്പത്തിൽ വളയ്ക്കാൻ കഴിയും. ജയിലിൽ ഒരു വിചിത്രമായ അപകടത്തിന് ശേഷമാണ് അയാൾക്ക് ഈ ശക്തികൾ ലഭിച്ചത്. അയാളെ തെറ്റായി കുറ്റം വിധിച്ച് ജയിലിലടച്ചു. ക്രൂരനായ ജയിൽ വാർഡനെ നിരന്തരം എതിർത്തു നിന്നതിനാൽ അദ്ദേഹത്തെ കഠിനമായി മർദ്ദിച്ചു. ഏതാണ്ട് മരണത്തിന്റെ വക്കിലെത്തി. ഒരു ഡോക്ടർ അയാൾ മരിക്കാറായി എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തെ ഹ്യൂമൻ എക്സ്പെരിമെന്റിന് ഉപയോഗിക്കാൻ തീരുമാനിച്ചു. വാർഡൻ അയാളെ കൂടുതൽ പീഡിപ്പിക്കാൻ ആഗ്രഹിച്ചു. യന്ത്രത്തിന്റെ ക്രമീകരണങ്ങൾ പരിധിയിൽ കവിഞ്ഞുയർത്തിവെച്ചു. പക്ഷേ അയാൾ മരിക്കുന്നതിനു പകരം യന്ത്രം പൊട്ടിത്തെറിച്ചു. ഡോക്ടറും വാർഡനും തൽക്ഷണം കൊല്ലപ്പെട്ടു. പക്ഷേ അയാൾ രക്ഷപ്പെട്ടു. അവന്റെ പരിക്കുകൾ ഭേദമായി. അവൻ അതിശക്തനായി. പിന്നെ ചുവരിൽ ഇടിച്ചുകൊണ്ട് അവൻ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട ശേഷം അവൻ സുഹൃത്തിന്റെ ബാർബർ ഷോപ്പിൽ രഹസ്യമായി ജോലി ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം അവൻ ഒരു ചൈനീസ് റെസ്റ്റോറന്റിലേക്ക് പോയി. ചൈനീസ് ദമ്പതികളിൽ നിന്ന് ഗുണ്ടാ പിരിവ് ആവശ്യപ്പെടുന്ന തെമ്മാടിയെ കണ്ടു. അത് തടയാൻ അയാൾ ആഗ്രഹിച്ചു. ഗുണ്ട വളരെയധികം കോപാകുലനായി. ഒരു ബേസ്ബോൾ ബാറ്റ് അവന്റെ നേരെ വീശി. പക്ഷേ അയാൾ അത് തടഞ്ഞ് അവനെ ഒരു ചുമരിൽ ശക്തമായി ഇടിച്ചു. ഗുണ്ട ഓടിവന്ന് അവനെ ഇടിച്ചു. പക്ഷേ തൽക്ഷണം അയാളുടെ കൈത്തണ്ടൊടിഞ്ഞു. മറ്റൊരു കള്ളൻ ഒരു തോക്ക് പുറത്തെടുത്ത് വെടിവെക്കാൻ നോക്കി. പക്ഷേ അയാൾ വെടിയുണ്ട തന്റെ വെറും കൈകൊണ്ട് പിടിച്ചു. കൊള്ളക്കാർ പരിഭ്രാന്തനായി ഓടിപ്പോയി. അയാൾ അറിഞ്ഞിരുന്നില്ല ആ കള്ളന്മാർ വാട്ടർ വൈപ്പർ എന്ന പ്രാദേശിക ഗുണ്ടാ നേതാവിന് വേണ്ടി പ്രവർത്തിച്ചവരാണെന്ന്. ആ രാത്രിയിൽ വാട്ടർ വൈപ്പറിന്റെ ആളുകളിൽ ഒരാൾ ബാർബർ ഷോപ്പ് ആക്രമിച്ചു. ഒരാളുടെ മകനെ സംരക്ഷിക്കാൻ അയാൾ തന്റെ ശരീരം ഉപയോഗിച്ചു. പക്ഷേ അയാൾ കൊല്ലപ്പെട്ടു. അവന്റെ ജീവിത സമ്പാദ്യം മോഷ്ടിക്കപ്പെട്ടു. ഹൃദയം തകർന്നവനും രോഷാകുലനുമായ അയാൾ പ്രതികാരം ചെയ്യാൻ ഒറ്റയ്ക്ക് വാട്ടർ വൈപ്പറിന്റെ ഒളിത്താവളത്തിലേക്ക് പോയി. അയാൾ കൈകൾ കൊണ്ടൊരു കാറിന്റെ വാതിൽ പൊളിച്ചു. ചുമരുകൾ തകർത്തു. ഉള്ളിൽ നിന്ന് സ്റ്റീൽ പൈപ്പുകൾ വലിച്ചെടുത്തു. ഗുണ്ടാ സംഘങ്ങൾ അയാൾക്കൊന്നുമായിരുന്നില്ല. അയാൾ ഒരു സോഫ പോലും ആയുധമാക്കി ഡസൻ കണക്കിന് ശത്രുക്കളെ അടിച്ചു. കനത്ത മെഷീൻ ഗൺ വെടിവയ്പിൽ പോലും അയാളെ പരിക്കേൽപ്പിച്ചില്ല. വാട്ടർ വൈപ്പറിന്റെ ട്രഷറി റെയ്ഡ് ചെയ്ത് എല്ലാം മോഷ്ടിച്ചു. കോപാകുലനായ വാട്ടർ വൈപ്പർ അയാൾ അവിടെയുണ്ടെന്നറിഞ്ഞ് തന്റെ ആളുകളെ ചൈനീസ് റെസ്റ്റോറന്റ് റോക്കറ്റ് ലോഞ്ചറുകൾ ഉപയോഗിച്ച് തകർക്കാൻ അയച്ചു. അടുത്ത ദിവസം കെട്ടിടം ഇടിഞ്ഞു വീണു. അയാൾ മരിച്ചുവെന്ന് എല്ലാവരും കരുതി. പക്ഷേ അയാൾ രക്ഷപ്പെട്ടുവെന്ന് മാത്രമല്ല, റെസ്റ്റോറന്റ് ഉടമയുടെ ഭാര്യയെയും രക്ഷിച്ചു. അതിനുശേഷം അയാൾ വാട്ടർ വൈപ്പറിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി. അയാൾക്കു നേരെ അവർ വെടിവെച്ചു. പക്ഷേ വെടിയുണ്ടകൾ അയാളുടെ ശരീരത്തിൽ നിന്ന് തെറിച്ചു വീണു. വാട്ടർ വൈപ്പർ ഞെട്ടിപ്പോയി, കോപാകുലനായി. അയാൾ തനിക്ക് പ്രിയപ്പെട്ട ആളുകളെ ഉപദ്രവിക്കരുതെന്നും തുടർന്നുണ്ടാവുന്ന പരിണതഫലങ്ങൾ എന്താണെന്നും മുന്നറിയിപ്പ് നൽകി. അപമാനിതനായ വാട്ടർ വൈപ്പർ അയാളെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. എക്സ് വൈഫ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേക ആയുധത്തിനായി അയാൾ ധാരാളം പണം ചെലവഴിച്ചു. അതിന്റെ വെടിയുണ്ടകൾ സ്പേസ് ലോഹം കൊണ്ടാണ് നിർമ്മിച്ചത്. എന്തും തുളച്ചു കയറാൻ അതിന് കഴിയും. വളരെ അപകടകാരിയായ ആയുധം. ആ രാത്രിയിൽ ഒരു വാടക കൊലയാളി ആ തോക്ക് ഉപയോഗിച്ച് അവൻ കാമുകിയുമായി നടക്കുമ്പോൾ അയാളെ ആക്രമിക്കാൻ ഉപയോഗിച്ചു. വെടിയുണ്ട അവന്റെ ദേഹത്തു കൊണ്ടു. ഇത്തവണ ബുള്ളറ്റ് അവന്റെ ശരീരത്തിനുള്ളിൽ കയറി. വേദനയിൽ അയാൾ കുഴഞ്ഞു വീണു. കാമുകി ആംബുലൻസ് വിളിച്ചു. പക്ഷേ കൊലയാളി പിന്തുടർന്ന് പതിയെ അയാളെ കൊല്ലുകയുള്ളൂ എന്ന് പറഞ്ഞു. അവർ രക്ഷപ്പെട്ട ഒരു ക്ലിനിക്കിനുള്ളിൽ ഒളിച്ചു. വെറ്ററിനറി പരിശീലനം നേടിയ കാമുകി ബുള്ളറ്റ് നീക്കം ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അവളുടെ ശസ്ത്രക്രിയാ കത്തിക്ക് അയാളുടെ ചർമ്മം മുറിക്കാൻ കഴിഞ്ഞില്ല. അയാൾ അത് സ്വയം ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അയാൾ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ അബദ്ധത്തിൽ ബ്ലേഡ് ഒടിഞ്ഞുപോയി.